ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എക്സാമിന്റെ പ്രിപ്പറേഷനിലേക്ക് ആണെന്ന് അറിയാം. നന്നായിട്ട് നടക്കട്ടെ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇൻഡയറക്ട് ടാക്സിലെ അതായത് GST ഒരു ഇമ്പോർട്ടന്റ് സെക്ഷൻ 10 ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഇതിനോടകം പഠിച്ചിട്ടിരിക്കുന്നവരാണ്. കോമ്പോസിഷൻ സ്കീം. അയ്യോ സാർ, അത് എളുപ്പമാണല്ലോ. എന്നാ ഇപ്പൊ എടുക്കാൻ കാരണമുണ്ട്. ചില കുട്ടികൾക്ക് ചില കാര്യങ്ങളിൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാനുണ്ട്. നമ്മള് അതിനു വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് ഈ ഒരു ക്ലാസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതില് ആ കോമ്പോസിഷൻ സ്കീമിലെ ഡിവിഷൻസും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബ്ലംസും ചെയ്യും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം നമ്മൾ ചെയ്യും. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർമീഡിയറ്റ് പഠിക്കുന്ന കുട്ടികൾക്കും ഫൈനൽ പഠിക്കുന്ന കുട്ടികൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കണ്ടാൽ മതി. അപ്പൊ ഇത് പഠിച്ചു കഴിയുമ്പോൾ കോമ്പോസിഷൻ സ്കീമിൽ നിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് വരുത്തണം. താഴെ കമന്റ് ചെയ്യണം, വരുത്തും എന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, കോൺഫിഡന്റ് ആണ് എന്ന് കമന്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ എന്താണ് കോമ്പോസിഷൻ സ്കീം? കോമ്പോസിഷൻ സ്കീം ആർ വോളണ്ടറി സ്കീം. കോമ്പോസിഷൻ സ്കീം ആർ വോളണ്ടറി സ്കീം അവൈലബിൾ ഫോർ സ്മോൾ ബിസിനസ്സസ് വിത്ത് ആനുവൽ ടേൺ ഓവർ അപ് ടു 1.5 crore. അതായത് ആനുവൽ ആഗ്രിഗേറ്റ് ടേൺ ഓവർ 1.5 കോടിയോ അതിൽ താഴെയോ ആണെങ്കിൽ സ്മോൾ ബിസിനസ്സുകാർക്ക്, ചെറുകിട ബിസിനസ്സുകാർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമാണ് കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത്. ആ ഒരു സ്കീം ഓപ്റ്റ് ചെയ്തവർക്ക് ഒരു ഫിക്സഡ് റേറ്റ് ടാക്സ് ഉണ്ടാവും, അത് അടയ്ക്കാം. പറഞ്ഞ മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ആനുവൽ ടേൺ ഓവർ 1.5 കോടിയോ അതിൽ താഴെയോ ആണെങ്കിൽ എല്ലാ സ്മോൾ ബിസിനസ്സുകാർക്കും വേണമെങ്കിൽ വോളണ്ടറി സ്കീമായിട്ടുള്ള കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് ടാക്സ് അടയ്ക്കാം. ഓക്കെ, അവർക്ക് നോർമൽ റേറ്റിൽ ടാക്സ് അടയ്ക്കുന്നതിന് പകരമായിട്ട് കോമ്പോസിഷൻ സ്കീമിൽ ചില റേറ്റുകൾ പറയുന്നുണ്ട്. ആ റേറ്റിൽ എന്ത് ചെയ്യാം? ടാക്സ് അടയ്ക്കാം. ഇനി ഇത് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നോർമൽ സ്റ്റേറ്റുകൾക്കാണ് 1.5 കോടി ലിമിറ്റ്. 1.5 കോടി അതിൽ താഴെ ലിമിറ്റ് നോർമൽ സ്റ്റേറ്റുകൾക്കാണ്. എന്നാൽ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിനാണെങ്കിലോ 75 ലക്ഷമാണ് അവിടുത്തെ ലിമിറ്റ്. 75 ലക്ഷമോ അതിൽ താഴെയോ ആണെങ്കിൽ തീർച്ചയായിട്ടും കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. അതിനനുസരിച്ച് ടാക്സ് അടയ്ക്കാം. എന്തിനാണ് സാറേ ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്നത്? പല അഡ്വാൻറ്റേജുകൾ ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നോർമൽ ടാക്സ് റേറ്റിൽ അല്ലെങ്കിൽ ഒരു നോർമൽ സിസ്റ്റം നോർമൽ അല്ലെങ്കിൽ റെഗുലർ സ്കീം ഫോളോ ചെയ്യുന്ന ആൾക്കാരെക്കാളും കുറച്ചുകൂടെ ലെസ് കംപ്ലൈൻസ് ആയിരിക്കും. ഒത്തിരി ഫോർമാലിറ്റീസോ കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ വലിയ റെക്കോർഡ്സുകളൊന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കുറെ അധികം റിട്ടേൺസുകളൊന്നും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. കുറച്ചുകൂടി ഈസി ആവും. സ്മോൾ ബിസിനസ്സുകാർക്ക് അവരുടെ കച്ചവടം നടത്തിക്കൊണ്ട് പോകാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് മാറും. ചില ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിൽ നിന്ന് GST ഇവർക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു കോമ്പോസിഷൻ ഡീലർക്ക് കസ്റ്റമറിൽ നിന്ന് GST കളക്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് പേ ചെയ്യാൻ പറ്റില്ല. സപ്ലയർ അവരുടെ തന്നെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുക്കണം, GST പേ ചെയ്യണം. പറഞ്ഞാൽ മനസ്സിലായോ? അതുപോലെ കോമ്പോസിഷൻ സ്കീമിന് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. എല്ലാ സെക്ഷനും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, ക്ലാസ്സുകളുണ്ട്, ഈ ചാനലിൽ തന്നെ ഉണ്ട്. പ്ലേസ് ഓഫ് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ, ടൈം ഓഫ് സപ്ലൈ. ഇതിലെ പ്ലേസ് ഓഫ് സപ്ലൈ നമ്മൾ പഠിച്ചിട്ടൊക്കെ പോകും, പാടാണെന്ന് പറയപ്പെടാറുണ്ട് എക്സാമുകൾക്ക്. അപ്പോൾ അതെല്ലാം കവർ ചെയ്ത് കുറെ അധികം പ്രോബ്ലംസ് നമ്മൾ ചെയ്താണ് ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത്. പ്ലേസ് ഓഫ് സപ്ലൈയുടെ, ടൈം ഓഫ് സപ്ലൈയുടെ, വാല്യൂ ഓഫ് സപ്ലൈയുടെ കണ്ടോളൂ. ഓക്കെ, അപ്പൊ അതുപോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്നവർക്ക് എന്ത് കിട്ടില്ല? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? ശരി. ഞാൻ ഒരു ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ഇവിടെ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ അതിലേക്ക് ഇപ്പൊ വരണ്ട, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അതിനുശേഷം ഇതിലേക്ക് പോയാൽ മതി കേട്ടോ. കുറച്ചുകൂടെ സിംപ്ലിഫൈ. ഓക്കെ, ഇനി നമുക്ക് ആർക്കൊക്കെയാണ്, ഞാൻ പറഞ്ഞില്ല ആ ഒരു ഡിവിഷൻ ആണ് പലർക്കും ഒരു ക്ലാരിറ്റി ഇല്ലാത്തത്. സോ ഡിവൈഡ് ചെയ്ത് തന്നെ ഞാൻ പറയാം. കോമ്പോസിഷൻ സ്കീം അവൈലബിൾ ഫോർ സപ്ലയർ ഓഫ് ഗുഡ്സ്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സപ്ലയർ ഓഫ് ഗുഡ്സ് ആണ്. ഓക്കെ, ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം? കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. അവർക്ക് ചാർജ് ചെയ്യേണ്ട, അവർ ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ട GSTയുടെ റേറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു മാനുഫാക്ചററോ ട്രേഡറോ ആണെങ്കിൽ, ഗുഡ്സിന്റെ മാനുഫാക്ചററോ ഗുഡ്സിന്റെ ട്രേഡറോ ആണെങ്കിൽ 0.5%, 0.5%, 1% ആണ് ടോട്ടൽ GST പേ ചെയ്യേണ്ടത്. ഇനി റെസ്റ്റോറന്റ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നവര്, അവർ ആൽക്കഹോൾ അല്ലായിരിക്കണം, ആൽക്കഹോൾ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല.
2.5%, 2.5%, അങ്ങനെ 5% ആണ് അവരുടെ റേറ്റ്. ഈ റെസ്റ്റോറന്റ് കാര്യത്തിൽ കുറച്ച് സംശയങ്ങൾ വരാറുണ്ട്, ഞാൻ ക്ലിയർ ചെയ്തോളാം, അവിടെ നിന്നോട്ടെ. പിന്നെ മാനുഫാക്ചർ ഓഫ് ബ്രിക്സ്, പുതിയ ഇൻക്ലൂഷൻ ആണ്. മാനുഫാക്ചർ ഓഫ് ബ്രിക്സ് ഓഫ് ഫോസിൽ മീൽസ് ഓർ സിമിലർ സിലീഷ്യസ് earthen or roofing tiles and fly ash bricks and blocks. ഇതിനൊക്കെ മാനുഫാക്ചർ ഓഫ് ബ്രിക്സ് എന്ന് ഓർത്ത് വെച്ചാൽ 3%, 6% ആണ് അവർക്ക് GST അടയ്ക്കേണ്ടി വരിക കോമ്പോസിഷൻ സ്കീമിൽ. ഇത്ര ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് വൺ പ്യുവർ സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. അവര് സർവീസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞെടുത്ത് എന്തായിരുന്നു? പ്യുവർ സപ്ലയർ ഓഫ് ഗുഡ്സ് ആയിരുന്നു. ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നവർ മാത്രം ഓപ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് അവിടെ പറഞ്ഞത്. ഇവിടെയോ സർവീസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് അവർക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അവരുടെ ആഗ്രിഗേറ്റ് ടേൺ ഓവർ ലെസ് ദാൻ 50 ലാക്ക് വരെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഏത് സ്കീമിൽ ടാക്സ് അടയ്ക്കാം? കോമ്പോസിഷൻ സ്കീമിൽ ടാക്സ് അടയ്ക്കാം. ഫോർ എക്സാമ്പിൾ ഒരു 70 ലക്ഷം വന്നു എന്ന് വിചാരിക്കാം, ആഗ്രിഗേറ്റ് ടേൺ ഓവർ 70 ലക്ഷം. സോ ഈ 50-ൽ കൂടുതൽ ഒരു 20 ലക്ഷം എക്സ്ട്രാ വന്നില്ലേ? ആ 20 ലക്ഷത്തിന് എന്തായാലും ഇവർ നോർമൽ സ്കീമിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പൊ ബാക്കി എത്ര ഉണ്ട്? 50 അല്ലേ? ഈ 50-ല് നമ്മുടെ രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആവുന്ന ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ഒരു 20 ലക്ഷം, അത് മൈനസ് ചെയ്യുക. ബാക്കി 30 ലക്ഷത്തിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 3%, CGST 3%, SGST 3% കോമ്പോസിഷൻ സ്കീമിൽ ടാക്സ് പേ ചെയ്താൽ മതി. പറഞ്ഞ മനസ്സിലായോ? മൊത്തം 70 ലക്ഷം. സോ 50 ലക്ഷത്തിലും കൂടുതൽ വന്ന 20 ലക്ഷത്തിന് നമ്മൾ നോർമൽ ടാക്സ് റേറ്റിൽ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. ഓക്കെ. ദെൻ ബാക്കിയുള്ള 50 ലക്ഷം, ആ 50 ലക്ഷത്തില് രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആവുന്ന ആ ഒരു 20 ലക്ഷം ഉണ്ട്, അവനെ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പൊ നമ്മൾ ആ 20 ലക്ഷം വരെ നമ്മൾ എന്തായാലും രജിസ്ട്രേഷൻ എടുക്കേണ്ട GST അടയ്ക്കാൻ വേണ്ടല്ലോ. സോ അവനെ നമുക്ക് മാറ്റി നിർത്താം. ബാക്കിയുള്ള 30 ലക്ഷത്തിന് എന്ത് ചെയ്താൽ മതി? 3% അടച്ചാൽ മതി ഗവൺമെന്റിലേക്ക്. ഓക്കെ, ക്ലിയർ ആയോ? സദർ ഡിവിഷൻ. മൂന്നാമത്തെ ഡിവിഷൻ എന്ന് പറയുമ്പോൾ സപ്ലയർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് മാത്രം അടങ്ങുന്നു. ഗുഡ്സും സർവീസും ഒരേപോലെ സപ്ലൈ ചെയ്യാം. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ റെസ്റ്റോറന്റ് തന്നെ പറയാം. അവിടെ നിങ്ങൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എല്ലാ കുട്ടികൾക്കും ഇവിടെയാണ് സംശയം വരുന്നത്. എല്ലാ കുട്ടികൾക്കും ഇവിടെയാണ് സംശയം. ചെറുതാക്കിക്കോട്ടെ. ഓക്കെ. അവിടെ നിങ്ങൾക്ക് കുറെ അധികം ടേൺ ഓവർ തരും. അതായത് സപ്ലൈ ഓഫ് ഗുഡ്സിന്റെയും സപ്ലൈ ഓഫ് സർവീസിന്റെയും ടേൺ ഓവേഴ്സ് വരും. അതിന്റെ ടോട്ടൽ എടുക്കുക. അതിന്റെ ടോട്ടലിന്റെ 10% 5 ലാഖും കമ്പയർ ചെയ്യുക. ആഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ 10% 5 ലാഖും കമ്പയർ ചെയ്യുക. അതിലെ ഹയർ എടുക്കുക. ഇപ്പൊ ഇവിടെ ഒരു 1 ലക്ഷവും 5 ലക്ഷം ഫിക്സഡ് ആണ്. 5 ലക്ഷം കൂടെ കമ്പയർ ചെയ്തു. എന്നിട്ട് ഈ 5 ലക്ഷം കൂടെ എടുക്കുക. ഹയർ അല്ലേ എടുക്കേണ്ടത്? 5 ലക്ഷം എടുക്കുക. എന്നിട്ട് നിങ്ങൾ സർവീസിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എത്രയാണെന്ന് നോക്കും. സർവീസിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഈ 5 ലാഖിലും താഴെയാണ്. ഫോർ എക്സാമ്പിൾ ഒരു 3 ലാഖ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. പറഞ്ഞ മനസ്സിലായോ? അഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ 10% 5 ലാഖും കമ്പയർ ചെയ്യുന്നു. അതിലെ ഹയർ എടുക്കുന്നു. ആ വാല്യൂ സർവീസിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിനേക്കാളും എന്താണ്? കൂടുതലാണ്. 3 ലാഖിലും കൂടുതലല്ലേ 5 ലാഖ്. അതായത് ആ ലിമിറ്റിനുള്ളിൽ നിൽക്കുന്നു എന്നാണ്. പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനുള്ളിൽ ആ ഒരു 3 ലാഖ് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം. ഇനി ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 8 ലക്ഷമാണെങ്കിൽ, അതായത് സർവീസിൽ നിന്ന് കിട്ടുന്ന വരുമാനം, സർവീസ് പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നതിൽ നിന്നുള്ള വരുമാനം 8 ലക്ഷമാണെങ്കിലോ അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സർവീസിൽ നിന്നുള്ള വാല്യൂ നമ്മുടെ പെർമിസിബിൾ ലിമിറ്റിനേക്കാളും കൂടുതലാണ്. സോ ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് 3 കാറ്റഗറി. ഇത്രയേ ഉള്ളൂ. ഈ 3 കാറ്റഗറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം ചോദിച്ചാലും ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം 3-ൽ നിന്ന് തുടങ്ങാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ഞാൻ ആദ്യം ചെയ്യാം. സപ്ലയർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്.
ഓക്കെ, നമുക്ക് കേസ് 3 ആപ്ലിക്കബിൾ ആവുന്ന ചോദ്യത്തിലേക്ക് പോകാം. ആദ്യം, റാമാൻ കമ്പനി ബീങ് എ ട്രേഡർ ഓഫ് സെൽഫോൺസ്. റാമാൻ കമ്പനി ഒരു സെൽഫോണിന്റെ ട്രേഡർ ആണ്. രജിസ്റ്റേർഡ് അണ്ടർ GST in the state of Tamil Nadu and furnish the following information relating to preceding financial year. റാമാൻ കമ്പനി സെൽഫോൺ ഡീലർ ആണ്, ട്രേഡർ ആണ്. രജിസ്റ്റേർഡ് ആയിരിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു ആണ്. അയാൾ കുറച്ചയാളുടെ സപ്ലൈസിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട് പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിലെ, പ്രീവിയസ് ഇയറിലെ. ഓക്കെ, അയാള് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ടാക്സബിൾ ഗുഡ്സ് സപ്ലൈ ചെയ്ത വകയിൽ അയാൾക്ക് ഒരു 120 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. എക്സംപ്റ്റഡ് ഗുഡ്സ് സപ്ലൈ ചെയ്ത വകയിൽ ഒരു 10 ലക്ഷം കിട്ടിയിട്ടുണ്ട്. ടാക്സബിൾ സർവീസ് പ്രൊവൈഡ് ചെയ്ത വകയിൽ 5 ലക്ഷം. എക്സംപ്റ്റഡ് സർവീസ് പ്രൊവൈഡ് ചെയ്തതിൽ 3 ലക്ഷം. ഇൻട്രസ്റ്റ് ഏൺഡ്, ഡെപ്പോസിറ്റ്, ലോണ്, അഡ്വാൻസ് എന്നിങ്ങനെ ഒരു 15,50,000 രൂപയും കിട്ടിയിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റാമാൻ കമ്പനി കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എലിജിബിൾ ആണോ, കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ എലിജിബിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ എലിജിബിലിറ്റി എങ്ങനെയാണ് നോക്കുക? ആഗ്രിഗേറ്റ് ടേൺ ഓവറിലോ ഫിനാൻഷ്യൽ ഇയറിലെ, പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിലെ ആഗ്രിഗേറ്റ് ടേൺ ഓവർ 1.5 കോടിയോ അതിൽ താഴെയോ ആണോ എന്ന് ചെക്ക് ചെയ്യുക ആദ്യം. അതാണ് നമ്മുടെ ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം, അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് പ്രത്യേകമായിട്ട് ആഗ്രിഗേറ്റ് ടേൺ ഓവർ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ ആദ്യം ആഗ്രിഗേറ്റ് ടേൺ ഓവർ കണ്ടുപിടിക്കണം. ആഗ്രിഗേറ്റ് ടേൺ ഓവർ കണ്ടുപിടിക്കണം. ഏതൊക്കെ നിങ്ങൾ എടുക്കും? ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ടാക്സബിൾ ഗുഡ്സ് നിങ്ങൾക്ക് എടുക്കാം. ടാക്സബിൾ ഗുഡ്സ് സപ്ലൈ ചെയ്ത വകയിൽ കിട്ടിയ വരുമാനം 120 ലക്ഷം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് എക്സംപ്റ്റഡ് ഗുഡ്സ് എടുക്കാതിരിക്കരുതേ, എടുക്കണം. എക്സംപ്റ്റഡ് ഗുഡ്സിൽ നിന്നുള്ള വരുമാനം, വിറ്റ വകയിലുള്ള വരുമാനം തീർച്ചയായിട്ടും എടുക്കണം. ആഗ്രിഗേറ്റ് ടേൺ ഓവർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതേ പറ്റിയിട്ട് കൂടുതൽ പറയുന്നില്ല. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ടാക്സബിൾ സർവീസ് എടുക്കണം. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് എക്സംപ്റ്റഡ് സർവീസ് എടുക്കണം. അടുത്ത പറ, ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ ഡെപ്പോസിറ്റ്, ലോൺസ്, അഡ്വാൻസസ് എടുക്കരുത്. ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ ഡെപ്പോസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനമല്ല, സപ്ലൈ നടത്തി കിട്ടുന്ന വരുമാനമല്ല. ലോൺസിന് ഇൻട്രസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ സപ്ലൈ നടത്തി കിട്ടുന്ന വരുമാനമല്ല. അഡ്വാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ സപ്ലൈ നടത്തി കിട്ടുന്നതല്ല. സോ ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ആഗ്രിഗേറ്റ് ടേൺ ഓവറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. സോ ഇത്രയും കാര്യം നമ്മൾ ആഡ് ചെയ്ത് നമുക്കൊരു ആഗ്രിഗേറ്റ് ടേൺ ഓവർ കിട്ടുന്നു 138 ലക്ഷം രൂപ. 1.5 കോടിയിൽ കൂടുന്നില്ലല്ലോ. അപ്പോ അയാൾക്ക് എന്ത് ചെയ്യാം? ഓപ്റ്റ് ചെയ്യരുതോ? അയാൾക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യരുതോ? 138 ലക്ഷം അല്ലേ ഉള്ളൂ, ലിമിറ്റിന് താഴെയാണ്, ത്രഷോൾഡ് ലിമിറ്റിന് താഴെയാണ്. സോ ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ പറയാൻ പറ്റുമോ ഗായ്സ്? പറ്റില്ല. കാരണം ഇവിടെ സപ്ലൈ ഓഫ് ഗുഡ്സും സപ്ലൈ ഓഫ് സർവീസും ഉണ്ട്. കേസ് 3 ആപ്ലിക്കബിൾ ആണ്. അവിടെ എങ്ങനെയാണ് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുക? സോറി, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുക എങ്ങനെയാ? ടോട്ടൽ ടേൺ ഓവറിന്റെ 10%ഉം 5 ലാഖും കമ്പയർ ചെയ്യുക. അതിൽ ഹയർ എടുക്കുക. സർവീസിൽ നിന്നുള്ള വരുമാനം അതിലും താഴെയാണോ, ആ ഹയർ വാല്യൂയിലും താഴെയാണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ എന്ത് ചെയ്യാം? ഓപ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്താലോ? നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കൂ, ആഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് 138 ലക്ഷം രൂപ, അല്ലെ? 138 ലക്ഷം രൂപ. സോ അതിന്റെ 10% എന്ന് പറയുമ്പോൾ എത്ര വരും? 13,80,000 വരും. 13,80,000 ഓർ 5 ലാഖ്, അല്ലെ? ഓർ 5 ലാഖ്. ഇതില് ഹയർ ഏതാണ്? 13 ലക്ഷമാണ്. 13,80,000 ആണ് ഹയർ. സോ ഇതിലും താഴെയാണോ സർവീസിൽ നിന്ന് കിട്ടുന്ന വരുമാനം, സർവീസുകൾ പ്രൊവൈഡ് ചെയ്ത് കിട്ടിയ വരുമാനം എന്നുള്ളത് നോക്കിയാൽ മതി. നോക്ക്, ഔട്ട്പുട്ട് സപ്ലൈ ഓഫ് സർവീസ് എത്രയുണ്ട്? നോക്കി ടാക്സബിൾ സർവീസ് പ്രൊവൈഡ് ചെയ്ത് അയാൾക്ക് ഒരു 5 ലക്ഷം കിട്ടിയിട്ടുണ്ട്. എക്സംപ്റ്റഡ് സർവീസ് പ്രൊവൈഡ് ചെയ്ത് ഒരു 3 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഒരു 8 ലക്ഷം രൂപയെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. 8 ലക്ഷം രൂപ. 13,80,000 താഴെയല്ലേ 8 ലക്ഷം. സോ ഓപ്റ്റ് ചെയ്യരുതോ? ഓപ്റ്റ് ചെയ്യാം. കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ അയാൾക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ എലിജിബിൾ ആണ്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അല്ലാതെ ആദ്യമേ 138 ലക്ഷം കിട്ടി 1.5 കോടി താഴെയാണ്, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനൊന്നും കണ്ടുപിടിച്ചേക്കരുത്. അങ്ങനെ കണ്ടുപിടിക്കാൻ പാടില്ല. ബിക്കോസ് കേസ് 3 ആണ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. അവിടെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, വേറെ പ്രോബ്ലം ചെയ്യാം.
ക്വസ്റ്റ്യൻ നോക്കി. മാർജിനൽ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ കേസ് 3യുടെ മറ്റൊരു പേരാണ് മാർജിനൽ സർവീസ് കേട്ടോ. കേസ് 3യുടെ മറ്റൊരു പേരാണ്. അതായത് ഗുഡ്സും സർവീസും ഒരേപോലെ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് മാർജിനൽ സർവീസ്. യുണൈറ്റഡ് ഇലക്ട്രോണിക്സ് എ രജിസ്റ്റേർഡ് ഡീലർ. യുണൈറ്റഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന രജിസ്റ്റേർഡ് ഡീലറാണ്. ഈ സപ്ലൈയിങ് ഓൾ ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് അപ്ലയൻസസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കർണാടക. ഇവര് സ്റ്റേറ്റ് ഓഫ് കർണാടകയില് എല്ലാ തരത്തിലുള്ള ഇലക്ട്രോണിക് അപ്ലയൻസസും എന്ത് ചെയ്യുന്നു? സപ്ലൈ നടത്തുന്നു. അവരുടെ ആഗ്രിഗേറ്റ് ടേൺ ഓവർ, സോ അതിൽ നിന്നുള്ള അപ്ലയൻസസ് ഗുഡ്സ് വിൽക്കുന്നതിൽ നിന്നുള്ള വരുമാനം 120 ലക്ഷമാണെന്ന് പറയുന്നുണ്ട്. ദ ഫേം ഓൾസോ എക്സ്പെക്ട് ടു പ്രൊവൈഡ് റിപ്പേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് സർവീസ്. കണ്ടോ, ഇവിടെ വരെ ഓക്കെ, കേസ് എ ആയിരുന്നു എന്ന് നമുക്ക് പറയാം. നമ്മൾ പഠിച്ച ഒന്നാമത്തെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിരുന്നു പറയാം. പക്ഷെ അടുത്ത പാരഗ്രാഫിൽ അവർ പറയുന്നുണ്ട് the firm also expect to provide repair and maintenance service of such appliance from the current financial year. കറണ്ട് ഫിനാൻഷ്യൽ ഇയർ മുതൽ അവര് എന്തും കൂടെ പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്? സർവീസ് കൂടി പ്രൊവൈഡ് ചെയ്യാൻ പോവാണ് എന്ന് പറയുന്നു. ഓക്കെ, എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. Whether the firm can opt for the conversion scheme under section 10(1) and 10(2) of the CGST Act for the current financial year, as the turnover may include supply of both goods and service. അവർക്ക് കോൺവേർഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നോക്കാം നമുക്ക്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം. നോക്കിക്കോളൂ. അവര് ഗുഡ്സ് വിറ്റ വകയിൽ, ഹോം അപ്ലയൻസസ് കിട്ടിയ വകയിൽ അവർക്ക് 120 ലക്ഷം രൂപയാണ് റവന്യൂ വന്നിരിക്കുന്നത്. 1.5 കോടിയിൽ താഴെയാണ്. അവരപ്പോ സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല കേട്ടോ. പ്രീവിയസ് ഇയറിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഗുഡ്സ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, അപ്ലയൻസസ് മാത്രമേ വിൽക്കുന്നുള്ളൂ. കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ മുതലാണ് അവര് സർവീസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് നിങ്ങളിപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൈൻഡ് ചെയ്യണ്ട. അല്ലാതെ നോക്കുവാണെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് മാത്രമാണുള്ളത്, അവർക്ക് 1.5 കോടിയിൽ താഴെ ഉള്ളൂ, 120 ലക്ഷമേ ഉള്ളൂ. തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? കോമ്പൻസേഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല, എലിജിബിൾ ആണ്. ഇനി അവര് സർവീസ് കൂടി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, വിചാരിക്കും. അപ്പോഴോ എത്ര രൂപയുടെ സപ്ലൈസ് നമുക്ക് നടത്താൻ പറ്റും? സർവീസ് കൂടി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപയുടെ സപ്ലൈസ് നടത്താൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ മതി, വേറെ കാൽക്കുലേഷനിലൊക്കെ ഒന്നും പോകണ്ട. ഓക്കെ, എങ്ങനെയാണ്? അപ്പൊ ഇവര് ഗുഡ്സും സർവീസും സപ്ലൈ ചെയ്യുന്ന ആൾക്കാരായി അല്ലെ. അപ്പൊ അവിടെ നമ്മൾ കേസ് 3 ആപ്ലിക്കബിൾ ആവും. ടേൺ ഓവറിന്റെ 10% 5 ലക്ഷവും കമ്പയർ ചെയ്യും അല്ലെ. ടേൺ ഓവറിന്റെ 10% 5 ലക്ഷവും കമ്പയർ ചെയ്യും. അതിൽ ഹയർ എടുക്കും. ആ ഹയർ വാല്യൂയിലും കുറവായിരിക്കണം ഏത്? സർവീസിൽ നിന്ന് കിട്ടുന്ന വരുമാനം, സർവീസ് പ്രൊവൈഡ് ചെയ്തതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. ശരിയല്ലേ? അപ്പൊ ഇവിടുത്തെ ആഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത് 120 ലക്ഷമാണ്. അതിന്റെ 10% എന്ന് പറയുമ്പോൾ എത്ര വരും? 12 ലക്ഷം വരും ഇല്ലേ? 12 ലക്ഷം വരും. 12 ലക്ഷവും 5 ലാഖും കൂടെ കമ്പയർ ചെയ്യുക. ഏതാണ് ഹയർ? 12 ലക്ഷമാണ് ഹയർ. സി 12 ലക്ഷത്തിലും താഴെ ആയിരിക്കണം സർവീസിൽ നിന്നുള്ള വരുമാനം എന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എഴുതി വെച്ചാൽ മതി. കണ്ടോ? Thus, MS United Electronics can supply repair and maintenance service up to a value of 12 lakh. 12 ലാഖിലും കൂടി പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടില്ല? അവർക്ക് കോമ്പൻസേഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. 12 ലാഖിലും താഴെയാണെങ്കിൽ പെർമിസിബിൾ ലിമിറ്റിൽ താഴെയാണെന്ന് നമുക്ക് പറയാം. സോ അവർക്ക് ഓപ്റ്റ് ചെയ്യാം. ക്ലിയർ? അത്രേ ഉള്ളൂ. എന്ന് എഴുതി വെച്ചാൽ മാത്രം മതി, ഇവിടെ വേറെ കാൽക്കുലേഷൻ ഒന്നും ഇല്ല കേട്ടോ. കേസ് 3 വരുന്ന അടുത്തൊരു ചോദ്യം നോക്കിയോ. Mr. Rajbir, a registered person at Delhi, is in the business of selling goods relating to interior decoration under the firm name MS Rajbir and Sons. He has opted for conversion scheme for the financial year 21-22. മിസ്റ്റർ രജ്ബീർ എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, ഡൽഹിയിലുള്ള ആളാണ്. അയാളുടെ ബിസിനസ് എന്താണ്? സെല്ലിംഗ് ഗുഡ്സ് റിലേറ്റിംഗ് ടു ഇന്റീരിയർ ഡെക്കറേഷൻ. ഇന്റീരിയർ ഡെക്കറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗുഡ്സ് വിൽക്കുകയാണ് പുള്ളി. അയാൾ കോമ്പൻസേഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് ടാക്സ് അടയ്ക്കുന്ന ആളുമാണ് ഫിനാൻഷ്യൽ ഇയർ 2021-22. His turnover for financial year 2021 is 80 lakh. അയാളുടെ ടേൺ ഓവർ, അതായത് ഈ ഒരു ഇന്റീരിയർ ഡെക്കറേഷൻ ഗുഡ്സ് വിറ്റ് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 80 ലക്ഷം രൂപയാണ് ഫിനാൻഷ്യൽ ഇയർ 2021. And is expected to achieve 130 lakh in financial year 21-22.
എന്നാൽ 21-22 വരുമ്പോൾ അയാളുടെ ടേൺ ഓവർ 130 ലക്ഷം ആകും എന്നയാൾ ആന്റിസിപ്പേറ്റ് ചെയ്യുകയാണ്. ഡിസ്കസ് വെദർ MS രജ്ബീർ ആൻഡ് സൺ ക്യാൻ സ്റ്റിൽ എൻജോയ് ദ ബെനിഫിറ്റ് ഓഫ് കോമ്പോസിഷൻ സ്കീം ഇൻ ഫിനാൻഷ്യൽ ഇയർ 21-22. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 20-21 നിന്ന് 21-22 മാറുമ്പോൾ അയാളുടെ ടേൺ ഓവറിൽ വ്യത്യാസം വരുന്നുണ്ട്. 80 എന്നുള്ളത് 130 ലക്ഷം ആവുന്നുണ്ട്. അയാൾക്ക് കോമ്പോസിഷൻ സ്കീം ആ ഒരു ബെനിഫിറ്റ് അപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഓപ്റ്റ് ചെയ്തൂടെ? 21-22 വർഷത്തിൽ അയാൾക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന് നമ്മൾ പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ ആണ് നോക്കേണ്ടത്. അതായത് 20-21 ടേൺ ഓവർ ആണ് നോക്കേണ്ടത്. 80 ലക്ഷമല്ലേ ഉള്ളൂ. 80 ലക്ഷമല്ലേ ഉള്ളൂ. ഗുഡ്സ് വിൽക്കുന്ന ആളാണ്, ഇന്റീരിയർ ഡെക്കറേഷൻ ഐറ്റംസ് വിൽക്കുന്ന ആളാണ്. നമ്മൾ പഠിച്ച കേസ് 1 ആണ്. 1.5 കോടിയിൽ താഴെയാണ് 80 ലക്ഷം. സോ അയാൾക്ക് എന്ത് ചെയ്യാം? ഓപ്റ്റ് ചെയ്യാം. ആദ്യത്തിന് ഉത്തരം കിട്ടി. In the given case, MS Rajbir and Sons, engaged in business of selling goods relating to interior decoration, is eligible for composition scheme in financial year 21-22 since its aggregate turnover in preceding financial year 80 lakh does not exceed 1.5 crore. ഓക്കെ, ആദ്യത്തെ ഒരു സെറ്റിന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, his son Karan wants to start business of providing services relating to interior decoration. അയ്യോ, നമ്മുടെ ഈ രജ്ബീറിന്റെ സൺ കരൺ ഉണ്ട്. അയാള് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇന്റീരിയർ ഡെക്കറേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യും. പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷമാണ് അയാൾക്കൊരു ബോധോദയം വന്നത്. എൻ്റെ അച്ഛൻ്റെ കമ്പനിയുമായിട്ട് ചേർന്ന് ഒരു ഇന്റീരിയർ ഡെക്കറേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യാം. under the same firm name, Mr. Rajbir and Sons. Okay, with effect from 1/4/2021. അച്ഛനുമായിട്ട് ചേർന്ന് ഇന്റീരിയർ ഡെക്കറേഷൻ ഗുഡ്സ് വിൽക്കുന്ന ആളാണല്ലോ അച്ഛൻ. അപ്പൊ അച്ഛനുമായിട്ട് ചേർന്ന് കുറച്ച് സർവീസ് കൂടെ പ്രൊവൈഡ് ചെയ്തേക്കാം. അപ്പൊ കേസ് 3 ആയിട്ട് മാറി അല്ലേ? കേസ് 3 മാറി. അപ്പൊ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ രജ്ബീർ ആൻഡ് സൺസ് സോൾ പ്രൊപ്പറേറ്റർ ആയിരുന്നു. ഇതിലേക്ക് മോനൂടെ വരുമ്പോ പാർട്ട്ണർഷിപ്പ് ഫോം ആയിട്ട് എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. പുതിയൊരു ഫ്രഷ് രജിസ്ട്രേഷൻ എടുക്കണം. അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറിയില്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ മാറുമ്പോൾ തീർച്ചയായിട്ടും പഴയ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് പുതിയ രജിസ്ട്രേഷൻ എടുക്കണം. സോ ആദ്യത്തെ നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ നിന്ന് മാറി ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ആയിട്ട് രജിസ്റ്റർ ചെയ്യണം, പുതിയ രജിസ്ട്രേഷൻ എടുക്കണം അണ്ടർ ദ ന്യൂ പാൻ. ഓക്കെ, സോ ആ കേസിൽ വരുമ്പോ നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ചെയ്ത പോലെ എത്ര രൂപയുടെ സർവീസ് നടത്തിയാലാണ് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആഗ്രിഗേറ്റ് ടേൺ ഓവറിന്റെ 10% 5 ലാഖും കൂടെ കമ്പയർ ചെയ്യും. അതിൽ ഹയർ എടുക്കും. ആ വാല്യൂലും താഴെ ആയിരിക്കണം സർവീസിൽ നിന്നുള്ള വരുമാനം, അതായത് ഇന്റീരിയർ ഡെക്കറേഷൻ സർവീസ് ചെയ്ത് കിട്ടുന്ന വരുമാനം. അങ്ങനെയെങ്കിൽ മാത്രമേ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റൂ. ഇത്ര എഴുതി വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.